ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് നമുക്ക് കിടക്കാം. ഇന്നലെ നമ്മുടെ മാർക്കറ്റ് 100 പോയിൻറ്റിൻ്റെ ഒരു അപ്സൈഡ് റാലി നമുക്ക് ഉണ്ടായിരുന്നു. പ്രധാനമായിട്ടും DIS ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റിൽ ശക്തമായ രീതിയിൽ ബൈ നടത്തി. 2261 കോടി രൂപക്കാണ് ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്ത്യൻ മാർക്കറ്റിൽ ബൈ നടത്തിയത്. FISൻ്റെ ഭാഗത്തുനിന്ന് സെല്ലിംഗ് ഉണ്ടായിരുന്നു. 534 കോടി രൂപയുടെ സെല്ലുണ്ടായിരുന്നു. ഇന്നലെ നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം US ടെക് സ്റ്റോക്ക് ഇടിവ് രേഖപ്പെടുത്തി. ഇന്ത്യയിൽ ഒരു 6% റാലി രേഖപ്പെടുത്തിയത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇന്നലെ US ടെക് സ്റ്റോക്കുകളിൽ കനത്ത പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. US ടെക് സ്റ്റോക്കുകളുടെ വാല്യൂ കാണാം. നെറ്റ്ഫ്ലിക്സ് ഏറ്റവും താഴേന്ന് 3%, എന്നാൽ ഇന്ത്യയിൽ നേരത്തെ കണ്ടതുപോലെ തന്നെ ഒരു 7% ഒരു റാലി. ടെസ്ല, മൈക്രോസോഫ്റ്റ്, ഫേസ്ബുക്ക്, ആപ്പിൾ, ഗൂഗിൾ, ആമസോൺ, NVIDIA തുടങ്ങിയ സ്റ്റോക്കുകളിൽ കനത്ത ഒരു ഇടിവുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. ഗ്ലോബൽ മാർക്കറ്റ് ഏറ്റവും താഴെ ഡോ ഫ്ലാറ്റായപ്പോൾ നാസ്ഡാക്ക് 314 പോയിൻ്റ് ഇടിവാണ് ഉണ്ടായിട്ടുള്ളത്, 1.5%. അതിന് മുകളിലുള്ള യൂറോപ്യൻ മാർക്കറ്റ് പോസിറ്റീവായിരുന്നു. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഡോ ഫ്യൂച്ചർ ഫ്ലാറ്റാണ്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന നിക്കി ജപ്പാൻ മാർക്കറ്റ് ഓൾമോസ്റ്റ് മിഡിലായിട്ട് 575 പോയിൻറ്റിൻ്റെ ഇടിവുണ്ട്. കാരണം അവിടുത്തെ ട്രേഡ് റിപ്പോർട്ട് വന്നു. അപ്പോൾ വീക്കായ ട്രേഡ് റിപ്പോർട്ട് വന്ന കാരണം ജപ്പാൻ മാർക്കറ്റ് ഇടിവിലാണ്. ഏഷ്യൻ മാർക്കറ്റിലെല്ലാം തന്നെ ഒരു മിക്സ് ഒരു ഫ്ലാറ്റായിട്ടുള്ള നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സോട് കൂടിയിട്ട് മാർക്കറ്റ് നിലകൊള്ളുന്നുണ്ട്. ഇനി ഗ്ലോബലി നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടുള്ള ഈവൻറ്റുകളുള്ളത് US നിന്ന് വെള്ളിയാഴ്ച ദിവസം ജാക്സൺ ഹോൾ സിംഫോസിയം. ഒന്നുമില്ല, ഫെഡറൽ റിസർവ് അവിടുത്തെ ബാങ്ക് കനാസ് സിറ്റിയിൽ വെച്ച് നടത്തപ്പെടുന്ന ഒരു മീറ്റിംഗ് ആണ്. ഈ ഒരു മീറ്റിങ്ങിൽ ഫെഡറൽ ബാങ്കിൻ്റെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ വിലയിരുത്തലുകൾ നടത്തും, പുതിയ പ്രസ്താവനകൾ നടത്തും. അപ്പോൾ അത് വലിയൊരു ഇവൻ്റായിട്ടാണ് US മാർക്കറ്റ് കണക്കാക്കുന്നത്. അപ്പോൾ ആ ഒരു ഇവൻറ്റ് വെള്ളിയാഴ്ച. അതിന് മുമ്പ് ഈ യൂറോപ്യൻ മാർക്കറ്റിൻ്റെ എല്ലാം തന്നെ പല ഡേറ്റാസും വരുന്നുണ്ട്. അത് നമ്മളുടെ ട്രേഡബിൾ ടാബിൽ ഗ്ലോബൽ ഇവൻറ്റ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ 3 IPO ഒരുമിച്ച് ഓൺഗോയിങ് ആണ്. അതിനെക്കുറിച്ച് നമ്മൾ മൾട്ടിപ്പിൾ ടൈം പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അതിലേക്ക് കിടക്കുന്നില്ല. ഡീറ്റെയിൽസ് എല്ലാം തന്നെ നമ്മുടെ വെബ്സൈറ്റിൽ ലഭ്യമാണ്, ട്രേഡബിൾ ടാബിൽ ലഭ്യമാണ്, വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഇനി നമുക്ക് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. ബൈസൽ റെക്കമെൻഡേഷൻ അല്ല, ഏറ്റവും കുറഞ്ഞ ചിലവിൽ നമുക്ക് ഈ സ്റ്റോക്ക് മാർക്കറ്റ്, മ്യൂച്വൽ ഫണ്ട്, ഇൻട്രാഡേ അതല്ലെങ്കിൽ ഓപ്ഷൻ ചെയ്യാനായിട്ട് ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖ ബ്രോക്കർ അപ്സ്റ്റോക്ക്, അത് ബാക്കപ്പ് ചെയ്യുന്ന ടാറ്റ ഗ്രൂപ്പാണ്. ഡിസ്കൗണ്ട് ബ്രോക്കറാണ്. അക്കൗണ്ട് ഓപ്പണിംഗ് ഫ്രീ ആണ്. ഫസ്റ്റ് കമൻറ്റിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, ഉപയോഗപ്പെടുത്താം. സ്റ്റോക്കിൻ്റെ വാർത്തയിലേക്ക് പോകുമ്പോൾ HAL കമ്പനിക്ക് ഏകദേശം 62,000 കോടി രൂപയുടെ പുതിയ ലൈറ്റ് വെയ്റ്റ് എയർക്രാഫ്റ്റ് പർച്ചേസ് നമ്മുടെ ഡിഫൻസിൻ്റെ ഭാഗത്തു നിന്ന് ലഭിച്ചു. RVNL 85 കോടി രൂപയുടെ ഓർഡർ. IRCTC കമ്പനി 185 കോടി രൂപയുടെ ഒരു ലോൺ സാങ്ഷനായിട്ടുണ്ട് IRCTCക്ക്. JMR പവർ കമ്പനി ഇവർ ഓഗസ്റ്റ് 22 ഫണ്ട് റൈസ് ചെയ്യുന്നുണ്ട്, 3000 കോടി രൂപ. അതിൻ്റെ തീരുമാനങ്ങളെടുക്കും. ഗ്ലോബൽ സിവിൽ പ്രൊജക്റ്റ് 222 കോടി രൂപയുടെ ഓർഡർ കിട്ടി. ലോയിഡ്സ് മെറ്റൽ കമ്പനി പുതിയ കോൾ മൈനിങ്ങിൻ്റെ ഓർഡർ കിട്ടി. പ്രൈം ഫ്രഷ് കമ്പനി 150 കോടി രൂപ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നുണ്ട്. ഇവർ ഈ ഫ്രഷ് വെജിറ്റബിളിലെല്ലാം തന്നെ സപ്ലൈ ചെയ്യുന്ന കമ്പനിയാണ്. ആദ്യത്തെ ഇൻഫോടെക് കമ്പനി 22 നിന്ന് 32 പ്രോഫിറ്റ് ഉയർത്തി. SML വിസൂസ് നെയിം ചേഞ്ച് ചെയ്യുന്നുണ്ട്. മഹീന്ദ്ര അക്യൂർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ SML മഹീന്ദ്ര എന്നാണ് പുതിയ പേര്. എൻഡുറൻസ് ടെക് പുതിയ ഡിസ്ക് പ്രൈസ് AVS ഡിസ്ക് ബ്രേക്ക് സിസ്റ്റം എക്സ്പാൻഡ് ചെയ്യാനായിട്ട് കമ്പനി തീരുമാനിച്ചു. സർവോ ടെക് റിന്യൂവബിൾ 28 കോടി രൂപയുടെ ഓർഡർ കിട്ടി. ഫോണിക്സ് മിൽസ് കമ്പനി ഇവർ ഐലൻഡ് സ്റ്റാർ എന്ന് പറഞ്ഞ കമ്പനീനെ അക്യൂർ ചെയ്യാനായിട്ട് CCI കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അപ്രൂവ് കൊടുത്തു. ഡൈനാമിക് കേബിൾ പുതിയ ഓർഡർ കിട്ടി. ഹീറോ മോട്ടോകോർപ്പ് ഇവരുടെ പുതിയ ഗ്ലാമർ X125 ഫ്യൂച്ചറിസ്റ്റിക് ഡിസൈനായിട്ട് പുതിയതായിട്ട് ലോഞ്ച് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് ഇപ്പോഴുള്ള ന്യൂസ്. വൈകിട്ട് 7 നമുക്ക് പോസ്റ്റ് മാർക്കറ്റ് സെക്ഷനായിട്ട് എത്താം. നിങ്ങളുടെ ട്രേഡിംഗ് സുഹൃത്തുക്കൾക്കും നമ്മുടെ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ആൾ.